സീതാദേവിയുടെ ജന്മദേശമായ നേപ്പാളിലെ ജനക്പൂരിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ത്രേതായുഗത്തിൽ സീതാദേവിയുടെയും ശ്രീരാമന്റെയും വിവാഹം നടന്നതും ഈ ജനക്പൂരിലാണ്. മിഥിലാപുരി, വിദേഹരാജ്യം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇവിടെയാണ് 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ മിഥില ശക്തിപീഠവും സ്ഥിതി ചെയ്യുന്നത്. സതീദേവിയുടെ ഇടത്തെ തോളിന്റെ ഭാഗം പതിച്ച ഈ ശക്തിപീഠത്തിൽ ആദിപരാശക്തി ജനക മഹാരാജാവിന്റെ കുലദേവതയായി രാജ് ദേവിയായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പ്രസിദ്ധമായ ജനക രാജധാനിയായ മിഥിലാപുരിയുടെ കാഴ്ചകളിലേക്കും കഥകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ജനക്പൂരിലേക്ക് തിരിക്കുകയാണ്. സീതാദേവിയുടെ ജന്മസ്ഥലമായിട്ടുള്ള ജനക്പൂരിലേക്ക്. നമ്മൾ കാഠ്മണ്ഡുവിൽ 13 ദിവസം താമസിച്ച മുറിയാണ്. നേരെ മുന്നിൽ കാണുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടുന്നാണ് വണ്ടി, ജനക്പൂരിനുള്ള വണ്ടി നമ്മൾ ഇവിടുന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ജനക്പൂർ വരെ 6-7 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ 10 മണിക്കാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ വണ്ടിയാണ്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ അനേകം ഇതുപോലെ ട്രാവൽ ഏജൻസികളുണ്ട്. ഇവിടുന്നാണ് നമുക്ക് ജനക്പൂരിനൊക്കെയുള്ള വണ്ടി വന്നത്. ആ സൈഡിലായിട്ടാണ് ഇതാണ് നമ്മുടെ ജനക്പൂരിന് പോകുന്ന വണ്ടി. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് നേപ്പാളിലെ ജനക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ത്രേതായുഗത്തിലെ ജനക രാജാവിൻ്റെ രാജധാനിയായിരുന്നു ഈ ജനക്പൂർ എന്ന് പറയുന്നത്. എൻ്റെ ഈ പുറകിൽ കാണുന്നത് സീതാ മന്ദിർ എന്ന് പറയുന്ന സ്ഥലമാണ്. സീതാദേവി കളിച്ച് വളർന്ന സ്ഥലമാണ്. ആ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൻ്റെ സ്ഥാനത്ത് പുതുതായിട്ട് പണിതിരിക്കുന്ന കൊട്ടാരമാണ് പുറകിലായിട്ട് കാണുന്നത്. നമുക്ക് ഈ സീതാമഹലിൻ്റെ കാഴ്ചകളും കഥകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് സീതാദേവിയുടെ സ്വയംവരം നടക്കുന്നത്. രാമനുമായിട്ടുള്ള വിവാഹ, രാമൻ വന്ന് സീതാദേവിയെ കാണുന്നതും വില്ല് ഒടിക്കുന്നതും അങ്ങനെ സ്വയംവരം നടക്കുന്നതുമൊക്കെ ഈ കാണുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ജനക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഇതാണ് ഇപ്പോഴിവിടെ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സീതാദേവി ജനിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ സീതാദേവി കളിച്ചു വളർന്ന സ്ഥലത്ത്, സീതയുടെയും രാമൻ്റെയും ഒക്കെ സ്വയംവരം നടന്ന സ്ഥലത്ത് കാണാൻ സാധിക്കുന്ന ആ ഒരു ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. സ്വയംവരം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ സ്ഥലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ സീതാമഹലിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം, അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാർബിൾ കൊണ്ട്, പൂർണ്ണമായിട്ട് മാർബിൾ കൊണ്ട്, വെള്ള മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് ഒന്ന് കണ്ടിട്ട്. ഇതാണ് നമ്മുടെ സീതാ മന്ദിർ അല്ലെങ്കിൽ ജാനകി മന്ദിറിൻ്റെ ഉൾഭാഗമാണ്. ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ഇവിടെ പുതുതായിട്ട് പണിയുന്ന സമയത്ത് ഇവിടെ മുഗൾ രാജവംശമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഏകദേശം ഒരു മുഗൾ സ്റ്റൈലും കൂടെ ഈ ഒരു കെട്ടിടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കൊട്ടാരത്തിൽ നമുക്കിതിൻ്റെ ചുറ്റും ഉള്ള കാഴ്ച ഒന്ന് കാണാം. ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് വരായതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം നല്ല കളർഫുള്ളായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. നല്ല മുന്നോട്ടൊക്കെ വളരെ വലിയ കെട്ടിടമാണ്. ഇതിൻ്റെ ഉള്ളിൽ സീതാദേവിയുടെയൊക്കെ വിഗ്രഹം ഉണ്ടെന്നാണ് തോന്നുന്നത്. സീതയുടെയും രാമൻ്റെയൊക്കെ പ്രതിഷ്ഠകളും ഉണ്ട്. അത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കാണാം. നമുക്ക് പെട്ടെന്ന് നമുക്കിതിന് ചുറ്റും ഒരു വലത് വെക്കാം. ഇവിടെ ഒരു കൾച്ചറൽ മ്യൂസിയം ആൻഡ് ജാനകി ആനിമേഷൻ, ഒരു കൾച്ചറൽ മ്യൂസിയമാണ് ഇവിടെ കാണുന്നത്. ആ മ്യൂസിയം നമുക്ക് ഒന്ന് പ്രദർശനം ചെയ്തിട്ട് വന്നിട്ട് കാണാം. ഇവിടെ ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഭജന പാടുന്നതൊക്കെ കാണാം. ഇവിടെ അകത്തവിടെ ഭജന നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ സീതാ മന്ദിറിന് ഒരു പ്രദക്ഷിണം ചെയ്ത് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കയറി വന്ന വാതിൽ അതാണ്. നല്ല ഒരു കൊട്ടാരം, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കൊട്ടാരം. കളർഫുള്ളായിട്ട് പല നിറത്തിലുള്ള പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്ന നല്ല സുന്ദര ഭംഗിയായിട്ടുള്ള ഒരു കൊട്ടാരമാണ്. നമുക്കിതിനകത്തോട്ട്, ക്ഷേത്രത്തിനകത്തോട്ട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് കയറി ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.
ഈ സീതാമന്ദിറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു കൾച്ചറൽ മ്യൂസിയം ഉണ്ട്. ഇതിന് 10 രൂപ, നമ്മുടെ ഇന്ത്യൻ രൂപയാണെങ്കിൽ 15 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് ഇതിനകത്ത് കയറി നമുക്ക് കൾച്ചറൽ മ്യൂസിയം നമുക്ക് കാണാം. ഇവിടെ നമുക്ക് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ചിത്രകലകളാണ് കാണാൻ സാധിക്കുന്നത്, പെയിൻറ്റിങ്ങുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ രാമായണത്തിലെ പല കഥാഭാഗങ്ങളൊക്കെ നമുക്കിവിടെ പ്രതിമാ രൂപത്തിൽ ഇവിടെ കാണാം. ജാനകി മന്ദിറിൻ്റെ ദൃശ്യം നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഈ സീതാമന്ദിറിൻ്റെ ജാനകി മന്ദിറിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റെപ്പൊക്കെ കാണാൻ താഴോട്ട് ഇറങ്ങിപ്പോകാനുണ്ട്. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല നമുക്ക്. കിരീടവും ഇവിടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പ്രതിമകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. കിരീടമൊക്കെ ഈ ജാനകി മന്ദിറിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ചെറിയ 2 ക്ഷേത്രങ്ങൾ വലതുവശത്തായിട്ട് കാണാം. ഒരു ലക്ഷ്മണ ക്ഷേത്രവും ഇതൊരു ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രവുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്നത് സീതാദേവിയുടെ സ്വയംവരം നടന്ന സ്ഥലം, അതായത് സീതാദേവി രാമൻ്റെ കഴുത്തിൽ മാലയിട്ട സ്ഥലം ഇതാണ്. പക്ഷേങ്കിൽ വിവാഹ മണ്ഡപം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേറെ ഒരു മണ്ഡപം കാണാനായിട്ട് സാധിക്കും. ആ വിവാഹ മണ്ഡപം കാണാനായിട്ടാണ് നമ്മൾ ഇനിയും പോകുന്നത്. ഈ ജാനകി മന്ദിറിൻ്റെ വലതുവശത്തായിട്ടാണ് വിവാഹ മണ്ഡപം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീരാം ജാനകി വിവാഹ മണ്ഡപം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വയംവരവും വിവാഹവും രണ്ടിടത്താണെന്ന് ചിലപ്പോൾ സംശയം തോന്നാം. നമുക്ക് രാമായണ കഥ അറിയാവുന്നവർക്ക് ആ ഒരു സംശയം തോന്നുകയില്ല. അതായത് സീതാദേവി ശ്രീരാമൻ്റെ കഴുത്തിൽ മാലയിട്ട് സ്വയംവരം, അത് കഴിഞ്ഞിട്ടാണ് രാമൻ്റെ അച്ഛനും ഒക്കെ വന്നിട്ട് പിന്നെ വിവാഹം നടക്കുന്നത്. ഈ വിവാഹ മണ്ഡപം കാണാനായിട്ട് കയറാൻ ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഇന്ത്യൻസിന് 7 രൂപയും നേപ്പാളി 10 രൂപയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ അങ്ങനെ നമ്മൾ വിവാഹ മണ്ഡപം കാണാനായിട്ട് കോമ്പൗണ്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ദൂരെയായിട്ട് കാണുന്നതാണ് വിവാഹ മണ്ഡപം. സീതയുടെയും രാമൻ്റെയും വിവാഹം നടന്ന, സീതയുടെയും രാമൻ്റെയും അതുപോലെ രാമൻ്റെ മറ്റ് 3 സഹോദരന്മാരുടെയും വിവാഹം നടന്ന ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ സീതാദേവിയുടെയും രാമൻ്റെയും വിവാഹം നടന്ന ഈ മണ്ഡപത്തിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ 4 ചെറിയ ശ്രീകോവിൽ പോലെയുള്ള ഒരു ഇത് നമുക്ക് കാണാനായിട്ട്. എനിക്ക് ഇവിടെ ശ്രീരാമൻ്റെയും സീതയുടെയും ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മുന്നിലായിട്ട് 4 മൂലയ്ക്കും ഇതുപോലെ നമുക്ക് സഹോദരങ്ങൾ, ശ്രീരാമൻ്റെയും മറ്റ് 3 സഹോദരങ്ങളുടെയും ചെറിയ ഓരോ ക്ഷേത്രങ്ങൾ കാണാം. ഇത് ഭരതൻ്റെ ഭാര്യ മണ്ഡപീടിയും കൂടെ ഒരു മണ്ഡപമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ മൂലയ്ക്കായിട്ട് ലക്ഷ്മണൻ്റെയും ഊർമിളയുടെയും കൂടെ ഒരു ചെറിയൊരു ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മണനും ഊർമിളയും രാമൻ്റെ സഹോദരന്മാരുടെ എല്ലാം ചെറിയ ക്ഷേത്രങ്ങളും അവരുടെ ഭാര്യമാരും കൂടെ ഉള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 4 മൂലയ്ക്കുമായിട്ട്. അങ്ങനെ ഇവിടെ നമുക്ക് ഈ മൂലയ്ക്കായിട്ട് നമുക്ക് ശത്രുഘ്നൻ്റെയും ഭാര്യ ശ്രുതികീർത്തിയുടെയും ഒരു ചെറിയ ക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹം നടന്ന മണ്ഡപത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സീതാമഹലിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ക്ഷേത്രം കാണാം. ഇവിടെ സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും കാൽപാദം പതിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വളരെ വലിയ ഒരു ആൽമരവും കാണാം, വളരെ വലുപ്പത്തിലുള്ള ഒരു ആൽമരം. ഈ ആൽമരത്തിൻ്റെ മുന്നിലായിട്ട് വളരെ വലിപ്പത്തിലുള്ള ഒരു സാലഗ്രാമ ശില നമുക്ക് കാണാം. ഈ നമ്മുടെ സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും വിവാഹം നടന്ന ആ മണ്ഡപത്തിൻ്റെ വലത് സൈഡിലായിട്ടാണ് ഈ ആൽമരവും സാലഗ്രാമശിലയൊക്കെ കാണുന്നത്. ഈ ശ്രീരാമൻ്റെയും സീതയുടെയൊക്കെ പാദങ്ങൾ കണ്ട അതിനോട് ചേർന്ന് തന്നെ ഇവിടെ 12 ലിംഗങ്ങളും ഒരു പ്രതിഷ്ഠ നമുക്കിവിടെ കാണാം. 12 ജ്യോതിർലിംഗങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 12 ജ്യോതിർലിംഗങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ പശുപതിനാഥ് ജ്യോതിർലിംഗമായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 12 ജ്യോതിർലിംഗങ്ങളും ഈ സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ 12 ജ്യോതിർലിംഗങ്ങളും. ഇതാണ് ഇവിടെ കാണുന്ന ഒരു സാലഗ്രാമ ശിലയാണ്. ഈ സീതാമഹൽ, സീതയുടെയും രാമൻ്റെയും വിവാഹം നടന്ന അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ
മുന്നോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് രാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ തന്നെയാണ് ശക്തിപീഠ ക്ഷേത്രവും. നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ട് ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും രാമക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ശക്തിപീഠത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതാണ്. നമ്മുടെ 12ാമത്തെ ശക്തിപീഠ ക്ഷേത്രമാണ് ഇത്. ജനകരാജാവിൻ്റെ കുലദേവിയുടെ ക്ഷേത്രമാണ്. രാജാദേവി മന്ദിർ എന്നാണ് ഈ ദേവി അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ 12ാമത്തെ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ ശക്തിപീഠത്തിനോട് ചേർന്ന് തന്നെ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ആ ശ്രീരാമക്ഷേത്രത്തോട്ട് പോകുന്ന വഴിയാണ്. നല്ല വലിപ്പമുള്ളൊരു ശ്രീരാമക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. പഗോഡ സ്റ്റൈലിൽ നമ്മൾ നേപ്പാളിലൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള പല ക്ഷേത്രങ്ങളുടെയും അതേ രീതിയിലുള്ള നിർമ്മാണ രീതിയാണ്. ഈ ശ്രീരാമ ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഒരു ഹനുമാൻ ക്ഷേത്രമാണ് കാണുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ പഗോഡ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. നേപ്പാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള നിർമ്മിതിയാണ്. നമ്മുടെ മുക്തനാഥ് ക്ഷേത്രമൊക്കെ ഇതുപോലെ പഗോഡ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രീരാമക്ഷേത്രത്തിനും ഹനുമാൻ ക്ഷേത്രത്തിനും കൂടെ ഒന്നിച്ച് ഒരു പ്രദക്ഷിണം ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു ആൽമരം കാണാം. ഇതിന് മുന്നിലായിട്ട് വേറെ ഒരു ചെറിയൊരു ശ്രീകോലും കാണാം. ഇതൊരു ശിവലിംഗമാണ്. നേരെ മുന്നിൽ കാണുന്ന ഒരു ശിവലിംഗമാണ്. ഇവിടെ താഴെയായിട്ടൊരു ശിവലിംഗമാണ് കാണുന്നത്. നമ്മൾ ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് ഇപ്പോഴുള്ളത്. ഇവിടെ ഇങ്ങനെ പഴയ കാണാൻ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത്. വാതിലുകളൊക്കെ നല്ല ഭംഗിയിലുള്ള വാതിൽ. ഇതൊരു ആലാണ്. ഒരാലിന് ഇങ്ങനെ തറ കെട്ടിയിരിക്കുകയാണ്. വലിയൊരു ആലാണ്. ഈ ആലിന് ഇങ്ങനെ മുഴുവനായിട്ടൊരു തറ കെട്ടിയിരിക്കുന്നതാണ്. ഇങ്ങനെ ഇഷ്ടിക കൊണ്ടൊരു തറ കെട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ അങ്ങനെ പ്രദക്ഷിണമായി. ഇവിടെ ഇങ്ങനെ കുറേ ശിവലിംഗങ്ങൾ കാണാം. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് അനേക ശിവലിംഗങ്ങൾ, ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നേപ്പാളിലെ ജനക്പൂരിലെ ശ്രീരാമ ക്ഷേത്രവും കണ്ടു. ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ശക്തിപീഠത്തിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഇതുപോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു തീർത്ഥക്കുളം കാണാം. ധനു സാഗർ എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. നമുക്കിനി പെട്ടെന്ന് ഈ ജനക്പൂരിൽ കാണുന്ന ചെറിയ ചെറിയ 1-2 ക്ഷേത്രങ്ങൾ അത് കാണാം. ഇത് ഈ ജനകൻ്റെ ഒരു ക്ഷേത്രമാണ്. രാജർഷി ജനക മന്ദിർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു ടൗണിൻ്റെ നടുക്കായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചുറ്റും ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതും വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ് ചുറ്റും കാണുന്നത്. ഇവിടെ ചെറിയൊരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ഇങ്ങനെയൊരു മൂർത്തി കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ശ്രീകോവിൽ. ഇതിവിടെ ജനകരാജാവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ഈ ജനകക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മനകാമന സിദ്ധി ഹനുമാൻ ക്ഷേത്രം കാണാം. ഇതാണ് മനകാമന സിദ്ധി ഹനുമാൻ ക്ഷേത്രം. നമ്മൾ മുമ്പ് ഇവിടെ കണ്ട ആ കുളമുണ്ടല്ലോ, ആ കുളത്തിന് ഇങ്ങനെ ഒരു പ്രദക്ഷിണം ചെയ്യുകയാണ്. ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാം. അതൊക്കെ നമുക്ക് കണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റാണ്, ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളും കുപ്പി വളകളും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇതുവഴി നടന്ന് ഈ കുളത്തിന് ഒരു പ്രദക്ഷിണം ചെയ്തു വരാം. ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ആയിട്ട് എല്ലാ ദിവസവും ആരതിയുണ്ട്. ഇവിടെ നമ്മൾ ഗംഗാ ആരതിയൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇങ്ങനെ ഈ കാണുന്ന 1, 2, 3, 4 മണ്ഡപത്തിലായിട്ട് ആരതി കാണാം വൈകുന്നേരം. ഇവിടെയായിട്ട് നമുക്ക് സ്വർഗ്ഗദ്വാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ശവസംസ്കാരമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ സ്വർഗ്ഗദ്വാരം ഇവിടെ വെച്ച് സംസ്കാരം നടത്തി കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, സ്വർഗത്തിലെത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊണ്ടാണ് ഇത് സ്വർഗ്ഗദ്വാർ എന്ന് പേര് വന്നത്. ഈ സ്വർഗ്ഗദ്വാറിന് അകത്ത് 1, 2 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി വരാം.
ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ശിവക്ഷേത്രമാണ് കാണുന്നത്. ബാബ ഭൂതനാഥ മഹാദേവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു കാലഭൈരവ ക്ഷേത്രവും കാണാം. ഇതാണ് സ്വർഗദ്വാരിലുള്ള കാലഭൈരവ ക്ഷേത്രമാണ്. കാലഭൈരവൻ്റെ ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ശിവ പാർവതിമാരുടെയൊക്കെ ഇങ്ങനെ ഒരു പ്രതിമ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. സ്വർഗദ്വാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കാളിദേവിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഈ ക്ഷേത്രം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കാളിദേവിയുടെ ഒരു ക്ഷേത്രമാണിത്. ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അനേകം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാനായിട്ട് അനേകം ക്ഷേത്രങ്ങളുണ്ട്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായി നമ്മുടെ 12ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായ മിഥില ശക്തിപീഠത്തിന്റെ കാഴ്ചകളോടൊപ്പം പുരാണ പ്രസിദ്ധമായ മിഥിലാപുരിയുടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.